ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു 2 മാസത്തോളമായി വീഡിയോസൊന്നും ഇടാതിരിക്കുകയായിരുന്നു. ഇപ്പം വീണ്ടും വീഡിയോസൊക്കെ ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പം ഇടാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സ്വപ്നയെക്കുറിച്ചിട്ട് ഞാനൊരു 1.5 വർഷം മുമ്പ് ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സ്വപ്ന എന്നൊരു എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനെ കുറിച്ചിട്ട്. അപ്പോൾ സ്വപ്ന ഇപ്പം എന്നെ കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ സ്വപ്നയുടെ ജീവിത വിജയത്തിനെ കുറിച്ചിട്ടൊക്കെ കഥകളല്ല, അനുഭവങ്ങളാണ്. ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളെ കുറിച്ചൊക്കെ എന്നോട് സംസാരിച്ചു. വളരെ സന്തോഷമുണ്ട്. സ്വപ്നയുടെ ഈ യാത്രയുടെ വളർച്ചയിൽ ഞാനും കൂടെ അതിനകത്തൊരു ഭാഗമായി. ഞാൻ പഠിപ്പിച്ചുകൊണ്ട് മാത്രമല്ല കേട്ടോ, സ്വപ്നയുടെ സ്വന്തമായ പ്രയത്നം കൂടെ അതിൻ്റെ പുറകിലുണ്ട്. നമ്മൾ എത്രയോ കുട്ടികൾ പഠിച്ചിട്ട് സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നുണ്ട്. ഓരോ കോഴ്സുകളൊക്കെ പഠിച്ചിട്ട്, അതായത് സ്റ്റിച്ചിങ് ആയാലും ബ്യൂട്ടീഷ്യൻ ആക്കലും ഓരോ ആവേശത്തിൻ്റെ പുറത്ത് പഠിക്കാൻ പോകുമ്പോൾ പക്ഷേ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് അവിടെ വെച്ച് കഴിയുമ്പോൾ അവർക്ക് സമാധാനമാവും. സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നുള്ളതല്ലാതെ അവർക്കൊരു വർക്ക് ചെയ്യാനുള്ള മനസ്സോ അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം ഒന്നും ഉണ്ടാകത്തില്ല. പഠിച്ചു പക്ഷെങ്കിൽ അത് ഒരു പ്രയോജനമില്ലാതെ ഇരിക്കുന്ന എത്രയോ പേരുണ്ട്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞാൻ അന്ന് 1.5 വർഷം മുമ്പ് സ്വപ്നയുടെ ഒരു സ്റ്റോറി പറഞ്ഞിരുന്നു നമ്മുടെ ചാനലിൽ. ആ സ്വപ്ന ഇപ്പം വളരെ സന്തോഷത്തോടെ എത്തിയിട്ടുണ്ട്, എന്നെ കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ സ്വപ്നയുടെ കഥകൾ സ്വപ്ന തന്നെ പറഞ്ഞ് കേൾക്കാം. അത് ഒരുപക്ഷെ മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ആകുന്നു എന്ന് തോന്നിയാൽ ഏറ്റവും സന്തോഷം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു സ്വപ്ന തന്നെ ആ സ്റ്റോറി പറയട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇപ്പം പഠിക്കാൻ പോയ സബ്ജക്റ്റ് അത് മൈക്രോ ബ്ലേഡിങ്, പെർമനൻ്റ് ഐലാഷ്, നെയിൽ ആർട്ട്, ഇതൊക്കെയാണ് പഠിക്കാൻ പോയത്. ഞാൻ ഓൾറെഡി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഇനിയിപ്പം ഈ ഫീൽഡിൽ തന്നെ കുറേ കൂടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ടും കുറേ സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കാനൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഇനിയിപ്പോൾ എൻ്റെ ക്ലാസ്സുകളിൽ കൂടുതലായിട്ടും ഇതും കൂടെ കയറി വരും. മേക്കപ്പിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ കൂടുതലായിട്ട് നമ്മുടെ ചാനലിൽ വരും. അതും നിങ്ങൾക്ക് പ്രയോജനമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ലേഡീസിന് ഏറ്റവും ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു കാര്യമാണ് ഈ സ്റ്റിച്ചിങ് പോലെ തന്നെ മേക്കപ്പും. കാരണം നമ്മുടെ മലയാളികൾക്ക് പലർക്കും എത്രയോ പേർക്ക് നല്ല രീതിയിൽ സാരി ചിലപ്പോൾ 25,000-ൻ്റെ 50,000 സാരി ആണെങ്കിൽ പോലും നല്ല രീതിയിൽ ഇത് വിയർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ സാരി എത്ര വില കൂടിയതെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അത് നല്ലൊരു പെർഫെക്ഷനോട് കൂടി ഉടുക്കാൻ, അതായത് ശരീരത്തിന് ഇണങ്ങുന്ന രീതിയിൽ അത് ഉടുത്ത് ശീലിക്കാൻ കൂടെ നമ്മൾ പഠിക്കണം. അല്ലാതെ നമ്മൾ സാരിയുടെ വിലയിലല്ല കാര്യം. 250 രൂപയുടെ സാരി എടുത്ത് എത്രയോ ഭംഗിയായിരിക്കും. ചിലപ്പം ഈ 25,000-നെക്കൊണ്ടും ഭംഗിയായിരിക്കും. ചിലപ്പോൾ അത് ഉടുക്കുന്ന സ്റ്റൈല് അത് എങ്ങനെ വിയർ ചെയ്തിരിക്കുന്നു അതനുസരിച്ചിരിക്കും ഓരോ സാരിയുടെയും ആ ഒരു ഭംഗി കാണാനായിട്ട്. അപ്പോൾ അത് ഉടുക്കാൻ അറിയാത്ത എത്രയോ പേര്, അതായത് ഇത് വിയർ ചെയ്യാൻ അറിയാത്ത എത്രയോ പേര് നമ്മുടെ മലയാളീസ് ഉണ്ട്. ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് കുട്ടികൾക്കൊന്നും സാരി അത്ര നല്ല രീതിയിൽ വിയർ ചെയ്യാനായിട്ട് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് സാരി ട്രേപ്പിംഗ് മുതലായിട്ട് ഒരു ബ്യൂട്ടിയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അതിനുള്ള പ്രയത്നത്തിലാണ് ഇപ്പോൾ ഞാൻ അപ്പോൾ അതുകൊണ്ട് സ്വപ്ന അതുപോലെ തന്നെ ഇതും മേക്കപ്പിൻ്റെ ഇതും കൂടെ എൻ്റെ അടുത്ത് പഠിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ സ്വപ്ന തന്നെ ആ സ്റ്റോറി, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ സ്റ്റോറി, ഒരു 1.5 വർഷം മുമ്പ് പറഞ്ഞ സ്റ്റോറി, ആ സ്റ്റോറിയിലെ യഥാർത്ഥ ആളിപ്പോൾ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ സ്വപ്ന തന്നെ ആ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരുടെ സന്തോഷവും അതിൽ നിന്നുണ്ടായ ബെനിഫിറ്റൊക്കെ സ്വപ്ന തന്നെ നിങ്ങളോട് ഷെയർ ചെയ്യും. അപ്പോൾ ഞാൻ അധികം സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ സ്വപ്ന തന്നെ നിങ്ങളോട് സംസാരിച്ചോട്ടെ. ഓക്കെ, അപ്പം തുടങ്ങാം. അപ്പം ഷോപ്പ് ഇട്ടിട്ട് ഇപ്പോൾ 1.5 വർഷമായോ? 1.5 വർഷം കഴിഞ്ഞല്ലേ? 1.5 വർഷമായി ചേച്ചി. 1.5 വർഷം കഴിഞ്ഞു. ഞാൻ ചേച്ചി ആദ്യം കണ്ടുമുട്ടുമ്പം ചേച്ചിക്ക് ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല. ഞാനൊരു 100 രൂപയുടെ വരുമാനം കിട്ടുന്ന എന്തെങ്കിലും തൊഴിലുണ്ടോ എന്ന് ചോദിച്ചാണ് വന്നത്. അപ്പോൾ ചേച്ചി എന്ന് പറഞ്ഞു സ്റ്റിച്ചിങ് നല്ലൊരു മേഖലയാണ്, അപ്പോൾ ഞാനത് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അന്നോട് പറഞ്ഞു. ഞാനതിന് ശേഷം ചേച്ചിയുടെ കൂടെ ഒന്ന് പഠിച്ചു കഴിഞ്ഞ് നമുക്ക് ഒരു ധൈര്യം കിട്ടി. അപ്പോൾ ഞാൻ ആദ്യം നൈറ്റി പീസിൽ ചെയ്ത് കഴിഞ്ഞപ്പം കസ്റ്റമർക്കൊക്കെ ഇഷ്ടമായി കഴിഞ്ഞപ്പം ചേച്ചി പറഞ്ഞു വർക്ക് നല്ലപോലെ കുറച്ചുകൂടി പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം വെളിയിൽ നിന്നുള്ള വർക്ക് എനിക്ക് വരാൻ തുടങ്ങി. വെളിയിൽ നിന്നുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ സാരി, ബ്ലൗസ്, ചുരിദാർ എല്ലാം വരാൻ തുടങ്ങി കഴിഞ്ഞപ്പം എനിക്ക് കുറച്ചുകൂടി ധൈര്യം വന്നു. അപ്പോൾ എന്തെങ്കിലും സംശയം വരുമ്പോഴത്തേനും ഞാൻ ചേച്ചിയെ വിളിക്കാറുണ്ടല്ലോ. വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ?
വീഡിയോസ് എല്ലാം കാണാറുണ്ട്. അപ്പൊ ചേച്ചി വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ കസ്റ്റമർ വ്യത്യാസം കൊടുക്കേണ്ട ഇതിലായിരിക്കും വന്ന് കൊണ്ടുതരുന്നത് അർജന്റാന്ന് പറയുമ്പോൾ എനിക്കത് ചെയ്യാനൊരു പേടി തോന്നുമ്പോൾ ഞാൻ ചേച്ചിയെ രാത്രി 12 മണി 1 മണിക്ക് വിളിച്ചാൽ ചേച്ചി എനിക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. പിറ്റേ ദിവസം ഞാൻ തയ്ച്ചു കൊടുത്താൽ എനിക്ക് ഒരു കംപ്ലൈന്റ് ഇല്ലാതെ കസ്റ്റമർ വന്ന് പറഞ്ഞ് മേടിച്ചിട്ട് പോകാറുണ്ട്. അപ്പോൾ അതിനൊക്കെ സന്തോഷം ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പൊ എനിക്ക് വർക്ക് കൂടി വരുന്നുണ്ട്. എന്റെ കൂടെ പോയി സ്റ്റാഫ് കൂടി വന്നു, സ്റ്റാഫും കൂടെ ചെയ്യുന്നുണ്ട്. 2 പേർക്കുള്ള വർക്കുണ്ട്. തീരാതെ വരുമ്പോൾ ഞാനോട് ചെയ്യും. അപ്പോൾ അത്രയും ഇതായിട്ട് മുന്നോട്ട് പോയത് ചേച്ചിയുടെ ഒരൊറ്റ ശക്തിയും ബലത്തിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നും അതെ. പിന്നെ വേറെ പറയാന്ന് വെച്ചാൽ ഞാൻ 100 രൂപയുടെ വരുമാനം ഇങ്ങനെ ഓർത്ത് സങ്കടപ്പെട്ട് വന്ന സമയത്ത് ചേച്ചി ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ഒന്നും ടെൻഷൻ ആവണ്ട, സ്റ്റിച്ചിങ് നല്ലൊരു മേഖലയാണ്, ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. ഇപ്പം ആ 100 രൂപയുടെ സ്ഥാനത്ത് എനിക്ക് നല്ലൊരു മാസ വരുമാനം എൻ്റെ കയ്യിലുണ്ട്. ഉണ്ടെന്ന് വെച്ചാൽ എനിക്കത് സന്തോഷമുള്ള കാര്യമാണ്. അപ്പം എന്നെപ്പോലെ ആരെങ്കിലും ഇങ്ങനെ തൊഴിൽ തുടങ്ങാനായിട്ട് പിന്നോട്ട് നിൽപ്പുണ്ടെങ്കിൽ അത് ശക്തമായിട്ട് മുന്നോട്ട് വന്ന് തുടങ്ങി ധൈര്യത്തോടെ മുന്നോട്ട് പോകണം. നമുക്ക് നല്ലൊരു വരുമാനം കിട്ടും. നമുക്ക് ആരെ ആശ്രയിക്കാണ്ട് നമുക്ക് നല്ലൊരു വരുമാനത്തോട് കൂടി നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് മേടിക്കുകയും ചെയ്യാം. നമുക്ക് ആരെയും കണക്കും ബോധിപ്പിക്കേണ്ട, നമ്മുടെ കാര്യത്തിന് വേണ്ടി മുന്നോട്ട് പോകാം. എന്ത് വേണമെങ്കിലും നമുക്ക് സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകാൻ നല്ലൊരു മേഖലയാണിത്. എനിക്ക് എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുകയാണ്, ഇത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും തുടങ്ങണം. ചേച്ചിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ചേച്ചിയുടെ അടുത്ത് വന്ന് പറഞ്ഞ കാര്യം ഓർമ്മയുണ്ട്. ചേച്ചി വളരെ വിഷമത്തിലാണ് വന്നത്, പക്ഷേ ഇപ്പൊ ഞാൻ വളരെ ഹാപ്പിയാണ് ചേച്ചി. എനിക്ക് സന്തോഷമുള്ള സമയങ്ങളാണ് ഇപ്പം. അതിന് ശേഷം വന്ന ദിവസങ്ങൾ എൻ്റെ സ്റ്റുഡൻസ് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഇതിൽ പല സന്തോഷം വേറെ ഇല്ല നമുക്ക്. ഒരാളുടെ ജീവിതത്തിൽ അവർ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്നു എന്നുള്ളത്, പ്രത്യേകിച്ച് സ്ത്രീകൾ സ്വന്തം കാലിൽ നിന്നില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പറയത്തില്ലേ തൻ്റേതായ ഒരു ഇടം, തൻ്റെടി എന്ന് പണ്ടുള്ളവരൊരുത്തർ പറയും തൻ്റെടിയാണ് തൻ്റെടിയെന്ന്. പക്ഷെ അവർ തൻ്റേതായിട്ടൊരു ഇടം കണ്ടെത്തി ജീവിക്കുമ്പോഴാണ് തൻ്റെടി എന്നും പറഞ്ഞ് നമ്മൾ തൻ്റെ ഇടത്തരം കാണിച്ച് മറ്റുള്ളവരെ മോശമായിട്ട് ചിത്രീകരിക്കാനോ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ അല്ല. തൻ്റേതായിട്ടൊരു ഇടം കണ്ടെത്തി. സ്വപ്ന ഇപ്പോൾ ഒരു ഇടം കണ്ടെത്തി. അതിനിപ്പോൾ മറ്റുള്ളവർ ചിലപ്പോൾ അത് പല രീതിയിൽ വ്യാഖ്യാനിച്ചാൽ നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഒറ്റ ലക്ഷ്യം എന്തുവാ, നമ്മൾ ചെയ്യുന്ന ജോലി കൃത്യമായിട്ട് ചെയ്യുക, അതിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടാക്കുക. പിന്നെ ചേച്ചി എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്റെ കടയിൽ വരുന്ന കസ്റ്റമർ ഉണ്ടല്ലോ, അവരെന്നോട് ഇപ്പൊ ചോദിക്കുന്നത് മേക്കപ്പ് കൂടി പഠിച്ചുകൂടെ. അപ്പൊ ഞാൻ പറഞ്ഞു അത് എനിക്ക് അപ്പൊ നിങ്ങൾ അവരിങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് ധൈര്യമായി. കാരണം വെച്ചാൽ എനിക്ക് ചേച്ചി കൂടെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു സമയമായിട്ട് അപ്പൊ അവർ തന്നെ നിർബന്ധിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എറണാകുളം വരെ പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് കടലെ തിരക്ക് കാരണം പോകാൻ പറ്റാത്ത കൊണ്ട് ഞാൻ ഇപ്പൊ ഇച്ചിരി സമയം ഗ്യാപ്പ് കിട്ടിയപ്പോൾ ചേച്ചിയെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ചേച്ചിയോട് ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞു, മേക്കപ്പ് കൂടി എനിക്ക് സ്റ്റാർട്ട് ചെയ്ത് തരാൻ വേണ്ടി അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ചേച്ചി എന്തായാലും എന്നെ അത് പഠിപ്പിച്ചു തരണം. അപ്പം എനിക്കത് പഠിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയത്തില്ല സ്വപ്ന. ചേച്ചിക്ക് അത് ആരും അറിയത്തില്ല ചേച്ചി അത്. അപ്പം ചേച്ചി ഇപ്പൊ ചേച്ചി ഇപ്പൊ എവിടെ ട്രെയിനിങ് ചെയ്തു? ഞാനിപ്പോ ഡോറയിൽ അങ്കമാലി, പിന്നെ നമ്മള് ഇവിടെ കൊല്ലത്ത് അങ്കമാലി, ഈ ബാച്ച് മുതൽ ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ചേച്ചിക്ക് സമയം കിട്ടുമോ? ഞാൻ ഡോറയിലാണ് പഠിച്ചതും. ഡോറയിൽ 2020 രഞ്ജുമാരുടെ കൂടെയാണ് ആ ഒരു സ്ഥാപനത്തിൽ പഠിച്ച് കുറച്ചാൾ പുള്ളിക്കാരോട് വർക്ക് ചെയ്തിരുന്നു ആദ്യ സമയങ്ങളിലൊക്കെ. പിന്നെ ഞാൻ സെൽഫായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങി. ഇപ്പം വീണ്ടും ഡോറയിൽ നമ്മളിപ്പം ട്രെയിനറായിട്ട് കയറി. അപ്പൊ ചേച്ചി കുറച്ചൊക്കെ സമയം ഇടയ്ക്ക് കണ്ടെത്തി എന്നെയും കൂടി ഒന്ന് പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് വളരെ ആഗ്രഹം ഉണ്ടെന്ന് അറിയാം. നമുക്ക് ഈ സ്റ്റിച്ചിങ്ങും ഈ മേക്കപ്പ് കൂടി ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അത് കറക്റ്റാ. ചെറിയൊരു മുതൽ മുടക്ക് മതി, നമുക്കത് വലിയ എമൗണ്ട് ആക്കാം. നല്ല ബുദ്ധിയുണ്ടല്ലോ. അല്ലെങ്കിൽ ചെറിയ രീതിയിൽ തുടങ്ങണം സ്വപ്ന. ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങി അത് ഞാൻ വലുതാക്കാൻ ശ്രമിക്കുന്നത് എപ്പോഴും നല്ലത്. ഒരുപാട് പൈസ മുടക്കി നമ്മളൊരു സ്ഥാപനം തുടങ്ങിയിട്ട് അത് പെട്ടെന്ന് നമുക്ക് സക്സസ് ആയില്ലെങ്കിൽ വലിയ വിഷമമില്ല, ഇത്രയും ക്യാഷും പോയി. അതിനെക്കാട്ട് നല്ല ചെറിയ ഇൻവെസ്റ്റ്മെന്റ്. അപ്പം സ്വപ്നം ചെയ്യുന്ന രീതിയാണ് കറക്റ്റ്. ഞാൻ തുടക്കത്തിൽ സ്റ്റിച്ചിങ് തുടങ്ങിയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ആദ്യം കുറച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം മെഷീനായാലും ഒരു മെഷീൻ എൻ്റെ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്കത് 3 മെഷീനായി മാറി. പിന്നെ അങ്ങനെ കുറച്ച് കയറി ഞാൻ വരുന്നത്. അപ്പൊ ഞാൻ തുടക്കത്തിൽ ഞാൻ എല്ലാം അങ്ങനെ വാങ്ങിച്ചു കൂട്ടത്തില്ല. നമുക്ക് വരുമാനം അനുസരിച്ച് മുന്നോട്ട് കയറത്തേ ഉള്ളൂ നമ്മൾ. ഓക്കെ. അപ്പോൾ സ്വപ്നയുടെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് മറ്റുള്ളവർക്കൊരു പ്രചോദനമാകുന്നെങ്കിൽ, അല്ല സ്വപ്ന ഇപ്പോൾ ഇത്രയും ഹാപ്പിയായിട്ട് കാര്യങ്ങളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നെ വിചാരിച്ചറിയാമോ, അപ്പോൾ അത് മറ്റുള്ളവർക്കും കൂടെ അതൊരു പ്രയോജനമാകുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. കാരണം ഒരുപാട് പേര് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാം അറിയാം, പക്ഷേ അവർക്ക് എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്ന് അറിയാത്തവരുണ്ട്. ചേച്ചിയെ പോലെ ഒരാൾ അവരുടെ പിന്നിലുണ്ടെങ്കിലുണ്ടല്ലോ ഏത് സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആൾക്കാർ കയറി വരും. അതൊക്കെ ഒരു ദൈവാനുഗ്രഹമാണ്. അവരുടെയും നമ്മുടെയും അവരെ നമ്മളെ കണക്ട് ചെയ്ത് തരുന്നതും എല്ലാം ദൈവത്തിന്റെ ഒരു അനുഗ്രഹം എന്ന് ഞാൻ പറയത്തുള്ളൂ. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഇങ്ങനെ ഉള്ളൊരു നിപ്പുണ്ടെങ്കിൽ തന്നെ ഉണ്ടല്ലോ അവർക്ക് ചെയ്യാനൊരു ധൈര്യം കിട്ടും. അതന്നെ. അപ്പോൾ പിന്നെ
ഇപ്പം നിങ്ങൾ ഇത് എൻ്റെ സ്ഥാപനത്തിലാണ് സ്വപ്ന ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാനും സ്വപ്നയുമാണ്, എൻ്റെ സ്ഥാപനത്തിലാണ് സ്വപ്ന ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതാ ഞാനും സ്വപ്നയും ഇത്രയും നേരം ഓർക്കും കൂടെ സംസാരിച്ചാണല്ലേ കണ്ടില്ലല്ലോ എന്ന് ഓർക്കും. അപ്പോൾ സ്വപ്ന കഴിഞ്ഞ ദിവസം എന്നെ കാണാമെന്നാണ് സ്വപ്നയുടെ ആഗ്രഹവും, അടുത്ത ആഗ്രഹവുമായിട്ട് വന്നിരിക്കുക. അപ്പോൾ സ്വപ്നയുടെ കഥ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാവർക്കും കേട്ടിട്ടുണ്ട്. പലരും എന്നെ സ്വപ്ന എന്ന് പറഞ്ഞ് ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്വപ്നയുടെ എക്സ്പീരിയൻസ് കേട്ടല്ലോ. അപ്പോൾ ഈ അനുഭവങ്ങളൊക്കെ കേട്ടിട്ട് ആർക്കെങ്കിലും അത് ജീവിതത്തിൽ പ്രയോജനമാകുന്നുവെങ്കിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. ഇനിയും ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് ആൾക്കാർ ഇതുപോലെ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും വീഡിയോസൊക്കെ 2 മാസമായി ഞാൻ വീഡിയോസൊക്കെ ഇടാതിരിക്കുകയായിരുന്നു. കാരണം കടയിൽ കുറേ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പഠിക്കാൻ പോയി. ആ സമയത്ത് ലാസ്റ്റ് വീഡിയോ ഇട്ടത്. അപ്പോൾ ഇപ്പോൾ ഇനി തൊട്ട് കറക്റ്റായിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നത്. കാരണം കടയുടെ പണികളെല്ലാം കഴിഞ്ഞു, കുറച്ചൊന്ന് റിലാക്സായി. അപ്പോൾ ഞാനിനിയും ട്രെയിനിങ്ങിന്, അതായത് ഡോറയ്ക്ക് ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പം അതില്ലാത്ത സമയങ്ങളിൽ വീഡിയോസൊക്കെ ഇടാം. മേക്കപ്പിൻ്റെ കാര്യങ്ങളോടുകൂടി ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.